സൂപ്പർ സ്മെൽ. അതെ, നല്ല അടിപൊളി ക്രിങ്ക്ലി ടോപ്പും ഫഡ്ജി ആയിട്ടുള്ള സൂപ്പർ ഒരു ബ്രൗണീൻ്റെ റെസിപ്പി കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ഇൻഗ്രീഡിയൻസും ഇല്ല, ഉണ്ടാക്കാൻ ഒരുപാട് റിസ്ക്കും ഇല്ലാത്ത നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പലതരത്തിലുള്ള കേക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ബ്രൗണി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് കുറച്ച് ചോക്ലേറ്റും ബട്ടറും കൂടി ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. മൈക്രോവേവിൽ വേണമെങ്കിൽ മെൽറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഇതുപോലെ ഡബിൾ ബോയിലിംഗ് ചെയ്തെടുത്താൽ മതി. 100 ഗ്രാം ബട്ടറിലേക്ക് 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. എടുക്കുന്ന ചോക്ലേറ്റിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ബ്രൗണിൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ. അങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തു നമ്മൾ ചോക്ലേറ്റും ബട്ടറും കൂടി നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. നോമ്പിന് മുന്നായിട്ട് ഇതുപോലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് തീർക്കണമല്ലോ, അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാട്ടോ ഈ ഒരു ബ്രൗണി. പക്ഷെ എന്താ പറയുക, അടിപൊളിയായിട്ട് വന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുന്നുള്ള കാര്യം ഷുവറാണ്. അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ 2 വലിയ കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുക. കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. പഞ്ചസാര നല്ലോണം അലിഞ്ഞ് ചേരണം, എന്നാൽ മാത്രമേ മേലെ നമുക്ക് ആ ഒരു ക്രിങ്ക്ലിംഗ് ടോപ്പ് കിട്ടുള്ളൂ കേട്ടോ. ശേഷം നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ബട്ടർ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദപ്പൊടി, 1/4 കപ്പ് കൊക്കോ പൗഡറും പിന്നെ ഒരു പിഞ്ച് ഉപ്പും, ഇത്രയും മതി കേട്ടോ. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇൻഗ്രീഡിയൻസും കുറച്ച് മതി, നല്ല സിമ്പിളും ആണ്. പിന്നെ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചങ്ക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷെ ഒന്നുകൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ഇത് മാറ്റാം. ബ്രൗണി ഉണ്ടാക്കുമ്പോൾ ഗ്ലാസ് ബേക്കിംഗ് ടിന്നിനേക്കാളും ഇതുപോലുള്ള അലുമിനിയം മെറ്റലോ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് വലിയ സ്ക്വയർ ടിൻ ആയതുകൊണ്ട് തന്നെ തിക്നെസ് കുറച്ച് കുറഞ്ഞു പോയി. മേലെ അലങ്കോലത്തിനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഓവനിൽ ഞാൻ 160 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആട്ടോ ബേക്ക് ചെയ്തെടുത്തത്. ഓവൻ അല്ലെങ്കിൽ എയർ ഫ്രയറിലോ സ്റ്റൗ ടോപ്പിലോ ഒരു ഓവൻ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തി നോക്കുന്ന സമയത്ത് അതൊന്ന് ഒട്ടിപ്പിടിക്കാത്ത, നോർമലി നമ്മൾ കേക്ക് ചെക്ക് ചെയ്ത് നോക്കുന്ന ആ ഒരു പരുവം വരെ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. അതിന് തൊട്ട് മുന്നെടുത്താലേ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഫഡ്ജി ബ്രൗണീസ് നമുക്ക് കിട്ടുള്ളൂ. എന്ന് കരുതി ലിക്വിഡി പരിഭാവുമ്പോൾ തന്നെ എടുത്താൽ വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ മാത്രമേ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. ചൂടാറുന്നതിന് മുന്നേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവേ. കൂടാതെ കഴിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് കൂടി കഴിക്കുക. അപ്പോഴാണ് ചോക്ലേറ്റ് ഒക്കെ മെൽട്ടായി നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ.